അനർഹരുണ്ടെങ്കിൽ കണ്ടെത്തി തുടർ നടപടി സ്വീകരിക്കും. കോട്ടയ്ക്കൽ നഗരസഭാ അധ്യക്ഷ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യത്തിലേക്ക്. പിന്നീട് ധനവകുപ്പിൽ നിന്നും ഒരു തരത്തിലുള്ള റിപ്പോർട്ടും വരുന്നില്ല. നിങ്ങളതായിട്ടുള്ള ഒരു കണ്ടെത്തൽ 28 വരെ റദ്ദാക്കുന്നു. അതിനുശേഷം ഇത് 28 ഫൈനൽ ലിസ്റ്റ് അല്ല, ഫൈനൽ നെയിം അല്ല. അത് ചെയ്തുകൊണ്ടിരിക്കുക. ID ചെക്ക് ചെയ്ത് നമ്മൾ വന്നേ. ചിലപ്പോൾ ഈ ബാക്കിയുള്ള മുഴുവൻ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം, പെട്ടെന്ന് അറിയിക്കാം. 2 വർഷം കഴിഞ്ഞു, എന്നിട്ടും ബാക്കിയുള്ള ആളുകളെ കണ്ടെത്താൻ സാധിച്ചില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഒരു 7ാം വാർഡ് എന്നൊക്കെ പറയുന്നത് ചെറിയൊരു വാർഡായിരിക്കുമല്ലോ. അപ്പൊ ആ ഒരു വാർഡിലുള്ള ഇത്രയും വീട് വലുതായതോ അല്ലെങ്കിൽ ഒരു കാറ് വലുതുവാങ്ങിയതൊക്കെ സ്വാഭാവികമായിട്ട് ശ്രദ്ധയപ്പെടേണ്ട കാര്യങ്ങളായില്ല. ഇത് 2 വർഷമുള്ള ഒരു വലിയ കാലയളവല്ലേ ഈ 63 പേരെ പോലും കണ്ടെത്താൻ. അതെ, നമുക്ക് EPF പെൻഷൻ വാങ്ങുന്നവരാണ് വൈദ്യശാല ജീവനക്കാരിലധികം. പക്ഷെ ഞാനത് അറിയില്ല, നമുക്കത് ശ്രദ്ധിക്കണം. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് ഇവർ അനർഹരായി കാണപ്പെട്ടത് എന്നുള്ള ഒരു റിപ്പോർട്ടും നമുക്ക് വന്നിട്ടില്ല. കാരണം ഇത് ഫിനാൻസ് കോഡിന്റെ പരിശോധനാ ലിസ്റ്റ് നമുക്ക് റിപ്പോർട്ടായിട്ട് വന്നിട്ടില്ല. ഇന്ന ആള് ഇന്ന കാരണം കൊണ്ടാണ് പെൻഷൻ അനർഹനായത് എന്നുള്ള ലിസ്റ്റ് നമുക്ക് വന്നിട്ടില്ല. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ 4000-ന് മുകളിൽ പെൻഷൻ വാങ്ങുകയാണെങ്കിൽ അവരുടെ 600 രൂപ മാത്രമാണ് നമുക്ക് പെൻഷനായിട്ട് വരിക. 600 രൂപ മാത്രമാണ്. അപ്പൊ ഈ 63 ആളുടെ ലിസ്റ്റും പരിശോധിച്ചിട്ട് അത് ഇന്ന കാരണം കൊണ്ടാണ് അവർ അനർഹരായത് അല്ലെങ്കിൽ അനർഹരാക്കപ്പെട്ടത് എന്നുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് വന്നിട്ടില്ല. ഈ തങ്ങളുടെ വാർഡിൽ ആർക്കൊക്കെ പെൻഷൻ കിട്ടുന്നു, ക്ഷേമ പെൻഷൻ കിട്ടുന്നു എന്ന കാര്യത്തിൽ ആ വാർഡിലെ കൗൺസിലർക്ക് ബോധ്യമുണ്ടാവില്ലേ? തീർച്ചയായിട്ടും അതൊരു കൗൺസിലർ അറിയും. ഇത്തരത്തിലാണ് ഈ BMW കാർഡൊക്കെയുള്ള ആളുകൾ ക്ഷേമ പെൻഷൻ വാങ്ങുമ്പോൾ കൗൺസിലർക്ക് അത് റിപ്പോർട്ട് ചെയ്യണം. പരമായിട്ട് ബാധ്യത ഉണ്ട്. പക്ഷെ അതൊരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വന്നതാണല്ലോ. ധാർമ്മികപരമായിട്ട് എല്ലാ കൗൺസിലർമാരും അവർക്കുണ്ട്, അവർക്ക് ബാധ്യത ഉണ്ട്. പറഞ്ഞല്ലോ, ധാർമ്മികപരമായിട്ട് ഒരു കൗൺസിലർ എന്ന നിലക്ക് തീർച്ചയായിട്ടും ബാധ്യത ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, തുടർ നടപടി നമ്മൾ സ്വീകരിക്കും. ഉദ്യോഗസ്ഥ തലത്തിൽ ക്രമക്കേട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് വേണ്ട പോലെ കൈകാര്യം ചെയ്യും. നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് സർക്കാരിന് നഷ്ടപ്പെട്ട എത്ര എമൗണ്ട് ആണെങ്കിലും അത് തിരിച്ചു പിടിക്കാൻ വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കും. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ 2010 അപേക്ഷിച്ചവരാണ് പലവരും. അന്ന് നമുക്കറിയാം നമ്മളെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരിക്കും. AC അന്നൊന്നും വീടുകളിലൊന്നും എല്ലാവർക്കും AC ഇല്ല, വീട് ചെറുതായിരിക്കും, കാറുകൾ ഉണ്ടാവില്ല. അന്നത്തെ സമയത്ത് അപേക്ഷിച്ച അപേക്ഷകളിലാണ് ഈ പെൻഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീട് പലപ്പോഴും നമുക്കറിയാം സാമ്പത്തികമായിട്ടുള്ള നമ്മളെ അവസ്ഥകളൊക്കെ വലുതാവും, കാറ് വാങ്ങും, വീട് വലുതാവും. അപ്പൊ അതിനുശേഷം ഈ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ ഈ ലിസ്റ്റ് നമുക്ക് കൃത്യമായിട്ടാണ് എന്തുകൊണ്ടാണ് അനർഹരായി എന്നുള്ള റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. ലഭിച്ചാലാണ് ഓരോ വ്യക്തിയും എന്തുകൊണ്ട് അനർഹരായി എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ എങ്കിലും നമ്മൾ മുനിസിപ്പൽ തലത്തിൽ 2022 കൂടി ഒരുപാട് ആളുകളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് എത്ര എന്നുള്ളത് നമ്മൾ പെൻഷൻ ID വെച്ച് പരിശോധിച്ചു വരികയാണ്. 28 ആൾ ഓൾറെഡി നമ്മൾക്ക് കിട്ടി. ഇനിയും അതിൽ ലിസ്റ്റ് തുടരും. 32 വാർഡും പ്രത്യേകം പരിശോധിക്കും. നമ്മൾ 7ാം വാർഡ് മാത്രമല്ല, ഇതിൽ 32 വാർഡിലും ഇതുപോലെ ആളുകൾ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാണ്, ഒരു വാർഡിനെ നമുക്ക് ഒരു വ്യക്തിയെ നമുക്ക് മോശപ്പെടുത്താൻ പറ്റൂല. ആരെങ്കിലും കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും, കൃത്യമായിട്ട് നടപടിയെടുക്കും. അത് പരിശോധിക്കണം. നമുക്ക് ഫിനാൻസ് കോഡിൽ നിന്ന് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്നാണ്. അത് വ്യക്തിയാണോ ആരെങ്കിലും സംഘടനകളാണോ എന്നൊന്ന് പരിശോധിക്കണം, നോക്കാം. അതൊന്നും ആരാ പരാതി നൽകിയ ആളാണോ? 2017 മുമ്പുള്ള അപേക്ഷകൾ മെയിൻ്റനൻസിന്റെ ഭാഗമായിട്ട് പിന്നീട് കൊടുക്കാമെന്ന് പറഞ്ഞതല്ലോ. ആ അപേക്ഷകൾ പിന്നീട് നൽകിയിട്ടില്ല. ഈ 2023 ശരിക്കും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം വില്ലേജ് ഓഫീസർ മുഖേന. പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവര് എല്ലാവരും ഗവൺമെന്റ് ഓർഡറാണ് 2023 മാർച്ച് 31 മുൻപായിട്ട് ഈ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. വില്ലേജ് ഓഫീസറാണല്ലോ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതാണ്. വളരെ കണിശമായ നിർദ്ദേശങ്ങളായിരുന്നു കാണുന്നത്. വില്ലേജ് ഓഫീസർ വളരെ പരിശോധിച്ചതിന് ശേഷമാണ് പിന്നീടുള്ള ഈ പുതുക്കൽ എല്ലാവരും ഇവിടെ പെൻഷൻ പുതുക്കിയിട്ടുണ്ട്. അങ്ങനെ തള്ളപ്പെട്ട ഒരുപാട് പേരുണ്ട്. കാരണം വരുമാനം കൂടിയ ആളുകൾ ഒരുപാട് പേരുണ്ട്. അവർക്ക് വില്ലേജ് ഓഫീസർ പെൻഷൻ വരുമാന സർട്ടിഫിക്കറ്റ്
സൊസൈറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ പെൻഷൻ പിന്നെ നഷ്ടപ്പെട്ടു. ഈ നിരസിക്കുന്ന ലിസ്റ്റും കൃത്യമായിട്ട് കൗൺസിലിൽ വന്നിട്ടാണ് പോകുന്നത്, അല്ലാതെ അവിടുന്ന് നിരസിച്ചു പോവല്ല. അർഹതപ്പെട്ടതും പിന്നെ അനുവദിച്ച പെൻഷനുകളും നിരസിച്ച പെൻഷനുകളും വന്ന് അവർക്ക് നമുക്ക് അപ്പീൽ പോകാൻ, അവർക്ക് നമുക്ക് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ അവർക്ക് രണ്ടാമത് അത് പരാതിപ്പെടാനൊക്കെ ഉള്ള സാവകാശം നമ്മൾ കൊടുക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ പരാതി നൽകിയ വിവരം ആരാണെന്നൊന്നും മുനിസിപ്പാലിറ്റിയിൽ അറിയിച്ചിട്ടില്ല. നമുക്കിങ്ങനെ സ്ക്വാഡ് വന്ന് പരിശോധിച്ചു. അതിന്റെ ഒരു ഭാഗമായിട്ട് ഈ അപേക്ഷകൾ സമർപ്പിക്കണം എന്നുള്ള ഒരു കുറിപ്പ്, ഒരു ലെറ്റർ മാത്രമാണ് വന്നിട്ടുള്ളത്. ഈ അപേക്ഷകൾ 14 മുനിസിപ്പാലിറ്റിക്ക് സമർപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ. അതിനുശേഷം ബാക്കി ഇടപാടുകളൊന്നും, കത്തിടപാടുകളൊന്നും വന്നിട്ടില്ല. ഇല്ല, അറിയിച്ചിട്ടില്ല. പക്ഷെ വിജിലൻസ് അന്വേഷണം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുനിസിപ്പാലിറ്റി എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകും. കാരണം ഒരു അനർഹന് പിന്നെ ക്ഷേമ പെൻഷൻ നൽകുന്നതിൽ 32 കൗൺസിലർമാരും ഒന്നിച്ചു നിൽക്കും. കാരണം അവര് അത് അനുവദിക്കാവുന്നതല്ല. സാമ്പത്തികമായി ഉന്നത സ്ഥാനത്തിലിരിക്കുന്നവർക്ക് ക്ഷേമ പെൻഷന്റെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഫിനാൻസിന്റെ സ്കോഡ് പരിശോധനയ്ക്ക് വരികയാണെങ്കിൽ എല്ലാ രേഖകളും, നമ്മളിലുള്ള എല്ലാ രേഖകളും സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാണ്. കോട്ടയ്ക്കൽ നഗരസഭാ അധ്യക്ഷയാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ക്ഷേമ പെൻഷന് അനർഹരായവരെങ്ങനെയാണ് ആ ലിസ്റ്റിൽ കയറിക്കൂടിയത്, അനർഹരായത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായി പരിശോധിക്കും. ഉദ്യോഗസ്ഥ വീഴ്ച എന്നാണ് വിശദീകരണം. അതിൽ കൃത്യമായ പരിശോധന ഉണ്ടാകും. ധനവകുപ്പിൽ നിന്ന് ക്രമക്കേടുണ്ടെന്ന റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഉദ്യോഗസ്ഥ സഹായം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം ശക്തമായ നടപടി എടുക്കുമെന്നും ആണ് പറയുന്നത്. ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.